മെറ്റയ്ക്കെതിരെ ശക്തമായ നടപടിയുമായി യുഎസ് കോടതി. സിവിൽ കോടതി വ്യവഹാരങ്ങളിലെ ആകെ പിഴത്തുകയായി 95 കോടിയോളം ഡോളർ കെട്ടിവെക്കാനാണ് ന്യൂ മെക്സിക്കോയിലെ കോടതി ഉത്തരവിട്ടത്. ചെറുപ്പക്കാർ മെറ്റ ആപ്പുകളിൽ സമയം ചെലവഴിക്കുന്നത് നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. ഐസൺ ജോസ് ആണ് വിശദാംശങ്ങൾ നൽകുന്നത്. ഐസൺ, ഈ മെറ്റയുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു വിധി പ്രസ്താവം നടത്തുന്ന വേളയിൽ ഈ ലോകമെമ്പാടുമുള്ള ചെറുപ്പക്കാർ ഇത്തരം അഡിക്ഷനിലേക്ക് പോകുന്നുണ്ട്. അത് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ലോകത്തെല്ലായിടത്തും ഇത്തരം അഡിക്ഷനുകൾ ഉണ്ടാകുകയാണ് ആപ്പുകളുമായി ബന്ധപ്പെട്ട്. ഈ വിഷയത്തിൽ എന്തൊക്കെ നിർണായകമായ നിരീക്ഷണം നടത്തിക്കൊണ്ടാണ് കോടതി വിധി പ്രസ്താവം നടത്തിയത്? ഐസൺ. ഗൗതം, തീർച്ചയായും ന്യൂ മെക്സിക്കോയിലെ കോടതി വളരെ കൃത്യമായൊരു നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് 2 തവണയായി നടന്ന വിചാരണയിലാണ് അല്ലെങ്കിൽ ട്രയലുകളിലാണ് ഈ ഒരു റൂളിങ്ങിലേക്ക് കോടതി എത്തിയിരിക്കുന്നത്. വലിയൊരു തുക, ഇത്തരത്തിൽ 95 കോടിയോളം ഡോളർ കെട്ടിവെക്കണമെന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വലിയ തുക തന്നെ കെട്ടിവെക്കണമെന്ന ഒരു നിർദ്ദേശം നൽകിയൊരു പശ്ചാത്തലം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ തോതിൽ അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് മെറ്റയുടെ ആപ്പുകളെല്ലാം തന്നെ. അത്തരത്തിൽ മെറ്റയുടെ ആപ്പുകളിൽ അഡിക്ഷൻ ഉണ്ടാക്കാനും കൂടുതൽ സമയം ഇത്തരത്തിൽ സമൂഹ മാധ്യമ ആപ്പുകളിൽ ചെലവഴിക്കാൻ ചെറുപ്പക്കാരെ നിർബന്ധിതരാക്കുകയും അത് അലസരാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നീക്കം ബോധപൂർവം മെറ്റയുടെ ഭാഗത്തു നിന്നുണ്ടായി. മെറ്റയുടെ ആപ്പ് സർവീസുകളിൽ, അതായത് ഈ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിലെല്ലാം തന്നെ, അത് മെറ്റയുടെ പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് തുടങ്ങിയ എല്ലാത്തിലുമായിരിക്കാം എന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പ്രവർത്തനങ്ങളിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾക്ക് കൈക്കൊള്ളേണ്ട നടപടികളുടെ ഭാഗമായാണ് ഇത്രയും തുക കെട്ടിവെക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു അന്തിമ റൂളിംഗ് നൽകിയിരിക്കുന്നത്. കോടതി ഇത്രയും വലിയൊരു തുക കെട്ടിവെക്കാനുള്ള റൂളിംഗ് നൽകിയതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഘടകം ഇതാണെങ്കിൽ മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ അഡിക്ഷൻ ഉണ്ടാക്കുന്നതിന് പുറമെ കുറ്റകൃത്യങ്ങൾക്ക് പ്രേരണ നൽകുന്ന ഒരു സാഹചര്യവും അത്തരം കുറ്റകൃത്യങ്ങൾക്ക് പ്രേരണ ഉണ്ടാകുമ്പോൾ അതിൽ ബാധ്യത, അതായത് നമുക്കറിയാവുന്നതാണ് സേഫ് ഹാർബർ പ്രൊട്ടക്ഷനൊക്കെ നമ്മൾ ഭാരതത്തിൽ കൊടുത്തിരുന്നത് ഇല്ലാതാക്കുമെന്ന വാർത്തകളും അത് ഇല്ലാതായി ചില കാര്യങ്ങളിൽ നിന്നൊക്കെ കൃത്യമായ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതായത് ഏതെങ്കിലും സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഒരു വ്യക്തി ഒരു കുറ്റകൃത്യം ചെയ്യുകയാണെങ്കിൽ ആ സമൂഹ മാധ്യമത്തിൻ്റെ സ്ഥാപനത്തിനും ആ സർവീസ് പ്രൊവൈഡർക്കും അതിൽ ബാധ്യതയുണ്ട് എന്ന് കൃത്യമായൊരു നിലപാട് ഏത് കുറ്റകൃത്യത്തിലും ഉണ്ടാകുന്നത് പോലെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ അത് ഉണ്ടാകാറില്ല. അത്തരം ഒരു ബാധ്യതയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു നിലപാടാണ് ഉണ്ടായിരിക്കുന്നത്. അത്തരം നീക്കങ്ങൾ, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനെ അവർക്ക് ഉത്തരവാദിത്തം, അത് നിയന്ത്രിക്കുന്നതിനുള്ള AI പോലുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ആധുനികവൽക്കരിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ തെറ്റായ കുട്ടികൾക്കെതിരായ കുട്ടികളുടെ അവകാശങ്ങളെ ലംഘിക്കുന്ന ഉള്ളടക്കങ്ങളൊക്കെ ഒഴിവാക്കാൻ സംവിധാനങ്ങളുള്ളത് കൊണ്ട് അത്തരം നീക്കങ്ങൾ നടത്തിയില്ല എന്ന് ആരോപിച്ചാണ് വലിയ പിഴ ഒടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ശരി. എന്തായാലും മെറ്റയ്ക്കെതിരെ വലിയ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. കോടതിയുടെ ഭാഗത്ത് നിന്നും 95 കോടി രൂപയുടെ പിഴ ഈടാക്കണം എന്നാണ് ഇപ്പോൾ മെക്സിക്കോയിലെ കോടതി മെറ്റയ്ക്കെതിരായിട്ടുള്ള വിധി പ്രസ്താവത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസനാണ് ചേർന്നത്.